എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണം സദ്യ സ്പെഷ്യൽ രണ്ടാമത്തെ വിഭവമായിട്ടുള്ള പുളിയിഞ്ചിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇഞ്ചിയുടെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകില്ലേ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സദ്യ സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇന്നലെ നമ്മൾ ഇട്ടിരുന്നത് കറി നാരങ്ങയാണ് കേട്ടോ, നാരങ്ങാക്കറി. അപ്പോൾ അതും കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഇതാ ഇഞ്ചിയെല്ലാം ഞാൻ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതാ തൊലി കളഞ്ഞ ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് നമ്മുടെ ആ തൊണ്ട് പോവാത്തതൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ അത് മാത്രമല്ല, ഇഞ്ചി ഇതുപോലെ നമ്മൾ തൊലി കളഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചിട്ട് വേണം കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതാ പുളിയിഞ്ചിയിലേക്കുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പം ഒരു 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് പച്ചമുളക് എടുക്കുക. പച്ചമുളക് തീരെ പൊടിയായിട്ട് അങ്ങ് അരിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലുതായി പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ പച്ചമുളകെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി അരിയുന്നത് ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ എന്താ വെച്ചാൽ നമുക്കിനിയും ഇത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇപ്പം ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പം ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ കറിവേപ്പിലയാണ്. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പം ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുക്കുക വെച്ചാൽ ഇനി നമ്മൾക്ക് വറുത്തിട്ട് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സമയക്കുറവ് മൂലമാണ് നമ്മൾ ഇഞ്ചിയൊക്കെ ഒന്ന് വലുതാക്കി അരിഞ്ഞിട്ട് വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാറുള്ളത്. സമയമൊക്കെ കിട്ടുക വെച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കൂ കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്സിയിലൊന്നും അങ്ങനെ പൊടിച്ചെടുക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് നേരം മാറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നേരത്തെ ചേർത്ത് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ പച്ചമുളക് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഇഞ്ചിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൻ്റെ കളറ് അതായതുകൊണ്ടാണ് കേട്ടോ. കളർ എത്ര കാണുമെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ എത്ര കളർ വന്നിട്ടില്ല. ഇഞ്ചി നമുക്ക് അറിയാം എടുക്കുമ്പോൾ നമ്മളൊരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പം ഒരു കിലുകിലാന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അതാണ് കേട്ടോ കറക്റ്റ് പാകം. ഒരു സമയത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് നമ്മൾ ചേർത്തതാണ്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പുളി 2 നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയിഞ്ചിയിലേക്ക് അത്യാവശ്യം കുറച്ച് പുളി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒഴിച്ചു കൊടുക്കുന്ന പുളിയിലായിരിക്കണം നമ്മൾക്ക് ഇനി ഈ പുളിയിഞ്ചി നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ അത് പിഴിഞ്ഞിട്ട് ഒന്ന് അരിച്ച് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഇതൊന്ന് ഇനി തീ കുറച്ച് വെക്കുക കേട്ടോ. ഇനി ചെറിയ തീയിലിരുന്നിട്ട് വേണം ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അങ്ങനെ കൂട്ടി വെച്ചാൽ നമ്മുടെ പുളിയിഞ്ചി പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. ഈ സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ശർക്കര കുറച്ച് ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മധുരത്തിൻ്റെ കാര്യം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പലർക്കും പല ഇഷ്ടമായിരിക്കും. ഈ പുളിയിഞ്ചിക്ക് ചിലവർക്ക് മധുരം അല്പം ഇഷ്ടം ഉണ്ടാവും, ചിലവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതാ 1-2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തതാ ഒരു പുളിയും അതുപോലെ ശർക്കരയും
നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ പുളിയിഞ്ചി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് വറ്റി കുറുകി വരും. അപ്പോൾ നമ്മൾ തീരെ അങ്ങ് വറ്റിച്ചെടുത്താൽ ഗ്രേവി ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി ഇല്ലാച്ചാൽ മുഴുവൻ കായം വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് ഉപ്പാണ്. ആ മധുരവും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് നാളെ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.